ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി, ബഹുമാനപ്പെട്ട ഹോറോണ വികാരി ഫാദർ മാത്യൂസ് മാലേക്കൽ, സിസ്റ്റർ മെർലിൻ FCC പ്രൊവിൻഷ്യൽ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്സിസ് ഗ്രേസി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീതു ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സാജൻ ജിമ്മിക്കാട്ടൻ, ശ്രീമതി ജിന്ദു കലർക്കുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ, ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കൊച്ചു കലാകാരന്മാരെ, കലാകാരികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. 100 വർഷം തികയുന്ന ഈ മഹനീയ വേളയിൽ നമ്മെല്ലാവരും ഒരുപോലെ സന്തുഷ്ടരാണ്. വിവിധ പരിപാടികളിലൂടെ ആണ് നാം ഈ ജൂബിലി വർഷം അതിൻ്റെ ആഘോഷ പരിപാടികൾ സമാപിപ്പിക്കാനായി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ജൂബിലിയോട് അനുബന്ധിച്ചുള്ള നവീകരണ പരിപാടികളായിരുന്നു. ആധ്യാത്മികവും ഭൗതികമായ നവീകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ആധ്യാത്മിക പരിപാടികളുടെ ഭാഗമായി എല്ലാ വീടുകളും വെഞ്ചരിക്കുകയും ദൈവത്തിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇടവകയിൽ അവർ നവീകരണ ധ്യാനം നടത്തി. പള്ളിയും പരിസരങ്ങളുമെല്ലാം പുനരുദ്ധരിച്ചു. പള്ളിക്ക് പുതിയ ഭാവങ്ങൾ വരുത്തി. അങ്ങനെ നമ്മെല്ലാവരും 100 വർഷം തികയുന്ന ഈ സുന്ദര സുന്ദരത്തിൽ എത്തിച്ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് 100 പേർ ചേർന്ന് ആരംഭിക്കുന്ന ജൂബിലി ആന്തം ഇവിടെ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് 100 ബൈബിൾ സൗജന്യമായി ആവശ്യക്കാർക്ക് വിതരണം ചെയ്തതുമാണ്. അങ്ങനെ പല പരിപാടികളും ഇന്ന് ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നു. സമയം കുറവായതുകൊണ്ട്, ഏറെ കലാപരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജൂബിലി ആഘോഷത്തിലുള്ള ഡേറ്റ് നിശ്ചയിക്കുകയും അഭിനയ പിതാവിൻ്റെ പഴയ ഡയറികൾ തന്നെ എഴുതി ദിവസവും സമയമെല്ലാം നിശ്ചയിച്ച് അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതാണ്. ഇന്ന് എറണാകുളത്ത് രാവിലെ പല പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ താമസിച്ച് യാത്ര ചെയ്താണ് പിന്നെ പിതാവ് ഇവിടെ വളരെ ക്ഷീണിതനായി എത്തിച്ചേർന്നു. എങ്കിലും നമ്മുടെ ഈ പരിപാടികൾ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ഇന്ന് ഈ ജൂബിലി ആഘോഷവേളയിൽ പങ്കെടുക്കുകയും ഈ ജൂബിലി ആഘോഷത്തിന് അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന അഭിനയ പിതാവിനെ ഈ ഇടവകയുടെ പേരിൽ, ഇടവകങ്ങളുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതാശംസകൾ നൽകുകയാണ്. സ്വീകരിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിരിക്കും, എത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞത്. അതിനെ വാക്ക് പാലിച്ച് ഇടയ്ക്ക് വെച്ച് തന്നെ വിളിച്ചു. എവിടെയാണ് ഞാൻ വരേണ്ടത്? സമയം അതിക്രമിച്ചു. പള്ളിയിലേക്ക് വന്നാൽ മതിയോ അതോ പാരിഷുമായിട്ട് വരണമോ എന്ന് അദ്ദേഹം ചോദിച്ചതിന് സമയം ജൂബിലിയിൽ ആ ഗാനം അദ്ദേഹം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഗാനത്തിന് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. സാറിന് ഞാൻ വളരെ ആത്മാർത്ഥമായ സ്വാഗതാശംസ നൽകുകയാണ്. നമ്മുടെ ശ്രീ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നുള്ള ദുർബല ബുദ്ധിയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇന്ന് ഈ പരിപാടിയിൽ ആശംസകൾ നേരുന്ന ബഹുമാനപ്പെട്ട MP ശ്രീ ഡി കുര്യാക്കോസിന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ആശംസാ പ്രസംഗത്തിനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവരുടെയും ഞാൻ ഒറ്റവാക്കി വളരെ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനും നമ്മുടെ ഏറെ പ്രിയങ്കരനുമായ ജോസഫ് സാർ, അനുഗ്രഹ പ്രഭാഷകൻ നടത്തുവാനായിട്ട് വന്നിരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട എം പി കുര്യാക്കോസ്, വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോർജ് വെല്ലച്ചൻ, FCC പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെർലിൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജൂബിലി എന്ന് പറയുമ്പോൾ സന്തോഷിക്കുവാനുള്ള അവസരമാണ്. ഞാൻ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ 50-ാം വർഷമാണ് ജൂബിലി. അപ്പോൾ 100-ാം വർഷം എന്ന് പറയുന്നത് ഡബിൾ ജൂബിലിയുടെ അവസരമാണ്. സന്തോഷത്തിന്റെ ഇരട്ടി മുതലെന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് രാവിലെ സമർപ്പിത സംഘം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നു. ഇവിടെയുള്ള ജനങ്ങൾ ഈ 100 വർഷക്കാലം വിശ്വാസത്തില്, സ്നേഹത്തില്, സന്തോഷത്തില് വളർന്നു വന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ഇടവകയിൽപ്പെട്ടവരാണ്, ഈ ഇടവകയുമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ ഇതിന്റെ 10 ഇരട്ടി ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ജീവിക്കുന്നുണ്ട്. ഈ ഇടവകയിൽപ്പെട്ടവര്, ഈ ഇടവകയെ പരിശീലനം ലഭിച്ചവര്, ഈ ഇടവകയിൽ നിന്ന് വിശ്വാസത്തിൽ വളർന്ന വ്യക്തികളാണ് അവർ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജൂബിലി നന്ദി പറയാനുള്ള അവസരമാണ്. ഇന്നിവിടെ ആ ഗാനത്തിൽ വായിച്ചത്, നമ്മുടെ ജൂബിലി ഗാനത്തിൽ നാം കേട്ടതുപോലെ ഇനിയും ഒരുമയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഭിന്ന ചിന്തകളും വിഭാഗീയതയും നമുക്ക് ഒഴിവാക്കി ഒരേ മനസ്സോടെ ഒരുമയോടെ പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയൊക്കെ നന്ദിയോടെ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇടവ ജനങ്ങൾ, പൂർവികർ, അവരെയൊക്കെ നന്ദിയോടെ അനുസ്മരിക്കുവാനുള്ള അവസരമാണ് ജൂബിലിയുടെ അവസരം. ഞാൻ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഈ വെളിച്ചം, വിശ്വാസമാകുന്ന വെളിച്ചം, അത് കെട്ടുപോകാതെ ഉജ്ജ്വലിപ്പിച്ച് വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് സഭയിൽ ജൂബിലി ആഘോഷിക്കുന്ന വർഷം കൂടിയാണ്. 2025 കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025-ാം വർഷം ജൂബിലി ആഘോഷിക്കുന്നു. ആ ജൂബിലിയുടെ പ്രമേയമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുൻപോട്ട് പോകാം. ഇത് കാർഷിക മേഖലയാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ്. പക്ഷെ നിരാശപ്പെടാതെ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഈ ജൂബിലിയുടെ ആശംസകൾ ഏവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷപദം അനുഗ്രഹിക്കുന്ന അഭിമന്യ പിതാവ്, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, ഫാദർ ജോർജ് പുല്ലൻ, ഫാദർ മാർക്കസ് മലയിൽ, സിസ്റ്റർ മെർലിൻ വെബ്സൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി സാലി, മറ്റ് ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, 50 വർഷത്തിലൊരിക്കലാണ് ജൂബിലി. ഇത് 100 വർഷത്തെ ഇരട്ടി മധുരമാണ്. 100 വർഷക്കാലം ഈ പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിതമായി ജീവിച്ച ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ജൂബിലിയുടെ സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാണ്. സഹോദരന്മാരുമായിട്ടുള്ള സമസൃഷ്ടങ്ങളുമായിട്ടുള്ള ബന്ധം
ശരിയായ രീതിയിൽ കൊണ്ടുപോകും. പ്രകൃതിയുമായിട്ടും ഇടവിച്ചേർന്ന് പോകും. ഈ സമയത്ത് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ജനതയാണ് ഉള്ളത്. തൻ്റെ സഹോദരനെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. നമ്മുടെ ബൈബിളിലെ എത്ര ഉദാഹരണങ്ങൾ, ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവസ്നേഹത്തോളം സഹോദര സ്നേഹമാണ്. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ കർത്താവിനോട് ദൈവത്തിൽ ചോദിച്ചു. നിങ്ങൾ എന്ത് പഠിക്കുന്നു? മുഴുവൻ മനസ്സോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ അയൽക്കാരെ. ആരാണ് അയൽക്കാരൻ? നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയാത്രക്കാരൻ കള്ളന്മാരുടെ ആക്രമണത്തിൽപ്പെട്ട് മൃതപ്രായനെ കണ്ടു. സമീപത്തോടുപോയി വൈദികൻ ശ്രദ്ധിക്കാതെ കടന്നുപോയി. ലേവിയിൽ വന്ന ചെയ്തു. സമറിയക്കാരൻ അടുത്ത് ചെയ്യുന്ന കഴുതപ്പുറത്ത് കയറ്റി എണ്ണയും മീനുമെല്ലാം വെച്ച് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാനാണ് ഏർപ്പാട്. ഇതിൽ ആരാണ് നല്ല അയൽക്കാരൻ? ഒറ്റ കാര്യം കർത്താവിനുണ്ട്. ആ മൃതപ്രായനായി കിടന്ന ആളോട് അനുകമ്പ കാണിച്ചവർ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുണയാണ്, അനുകമ്പയാണ്. വലിയേക്കാൾ വ്യക്തികളുടെ കരുണയാണ്. ആ കരുണയും അനുകമ്പയും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലുണ്ടോ? വീടുകളിലുണ്ടോ? ചുറ്റുപാടുമുള്ളവരുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ആത്മശോധന ചെയ്യേണ്ട ഒരു സമയമാണ് ഈ സെലിബ്രേഷൻ ആഘോഷം. നമ്മുടെ ചുറ്റുപാടും എന്ത് തിരിഞ്ഞു, എന്ത് കുടിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെടേണ്ട. ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. അപ്പോൾ എല്ലാം നമുക്ക് തരും. ആ നിലയിൽ വിശ്വസിച്ച് പോകുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. എനിക്കറിയാം. ഈ ഇടവകക്കാലം അങ്ങനെയായി നേതൃത്വം കൊടുത്ത് വികാരമായിട്ടുള്ള പരിചയം വന്നു ചേർന്നിട്ടുണ്ട്. അനേകം കടന്നു പോയിട്ടുണ്ട്. ആ അധ്യാത്മികതയുടെ മനസ്സിദ്ധമായ നമുക്ക് ഈ വേണം. നമുക്ക് ജൂബിലിയുടെ മംഗളദിനം ജൂബിലിയും എല്ലാത്തിനും എന്താവാൻ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്ത കാര്യത്തെപ്പറ്റി ഇവിടെ വികാരിച്ച് സൂചിപ്പിച്ചു. ഈ ജൂബിലിയോടനുബന്ധിച്ച് ജനങ്ങൾക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. തുടർന്നും ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയട്ടെ, ഇടവക്കാർ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളമുണ്ട്.
ബഹുമാനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഭിമാനമായ വിജയകൃഷ്ണൻ സാറ്, നമ്മുടെ വികാരി സെൻട്രൽ ഫാദർ ജോർജ് പുല്ലൻ, ഖുർആന വികാരി സെൻട്രൽ ഫാദർ മാത്യൂസ് മലയത്തിൽ, മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറിൻ, ശ്രീമതി കെ സി സാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ദീപ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീ സാദിഖ് സിംഗിക്കാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീമതി ജിൻഡു കലൂർക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ശ്രീമതി ചിന്നമ്മ സോജൻ, മറ്റേ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, സുഹൃതി സോദരന്മാരെ, കേരളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ 100ാമത് വാർഷികാഘോഷ ചടങ്ങിൽ എത്തിയിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, സംസ്ഥാനങ്ങളുടെയും അർത്ഥവത്തായ 2 പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ദേവാലയം. എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദേവാലയം, നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളിലൊക്കെ വലിയ വലിയ പഴക്കമുള്ള ആ ദേവാലയങ്ങൾ ഇന്നും ചരിത്ര സ്മാരകങ്ങളായി നിലനിൽക്കുകയാണ്. 100 വർഷം പാരമ്പര്യമുള്ള ഒരുപക്ഷെ പുതുതലമുറ ദേവാലയങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച ഇടവക സമൂഹത്തിൻ്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കുന്ന ആ ഒരു ശ്രേണി എഴുതൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ശ്രദ്ധ കൂടുതലായി അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചുറ്റുപാടുമുള്ള ഒരുപാട് പള്ളികളിൽ വെച്ച് 100 വർഷം തികച്ചിരിക്കുന്ന ആ ഒരു പുരാതന കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ അവസരത്തിൽ നമ്മളിവിടെ അയവിറക്കുന്നത്. ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ ദൈവവിശ്വാസമാണ് എന്ന് എക്കാലവും നമുക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ജനതകൾക്ക്, സമൂഹത്തിന് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് അടിയുറച്ച ആത്മീയതയാണ്. അത് ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ സൗകര്യങ്ങളും പരിമിതികളും, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന പരിമിതികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ ഏകോപിപ്പിക്കുവാനും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഭാവിയെ സംബന്ധിച്ച് നല്ല വീക്ഷണത്തോടുകൂടി ഇടപെടുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കിയത്, അതിനെല്ലാം കേന്ദ്രബിന്ദുവായി നിന്നിട്ടുള്ളത് ആരാധനാലയങ്ങളാണ്. പ്രത്യേകിച്ചും ഈ നാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഇടവക ദേവാലയമാണ്. ആ അർത്ഥത്തിൽ ഈ ദേവാലയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സ്മരിക്കേണ്ട ഒരു സന്ദർഭമാണ്. അഭ്യന്തരായ വൈദികർ, മൺമറഞ്ഞു പോയവർ, പഴയ തലമുറ, ഗുരുകാരണന്മാർ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ 12ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നല്ല അങ്ങോട്ടുള്ള ഒഴുക്കം ഒരിക്കലും അതിനെ തടുത്തു നിർത്താൻ പറ്റുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമല്ല ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഭീഷണികളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്ന ചിന്തകൾ വരികയും ചർച്ചകൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തെ മുഴുവനിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അക്കാര്യത്തിൽ പോവഴിയില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് അതിൻ്റെതായ കുറവുകൾ പല വേളകളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം ഞാൻ വലിയ അനുഭവം പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, എന്നോടൊപ്പം പഠിച്ച ഒരു സുഹൃത്ത്, എൻ്റെ അയൽവകക്കാരൻ കുറേ നാളുകൾക്ക് ശേഷം കാനഡയിൽ നിന്ന് തിരിച്ചു വന്നു. അദ്ദേഹം ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുകയാണ്. മകൻ്റെ മാമോദിസയാണ്. അപ്പം ഞാൻ സംഭാഷണത്തിനിടയിൽ ചോദിച്ചു, കൊച്ചിനെത്ര വയസ്സായി ചോദിച്ചു. കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മാമോദിസ നാട്ടിൽ വന്ന് നടത്തുന്ന ഒരു സ്ഥിതി. ഇവിടെ ധാരാളം നമ്മുടെ സുഹൃത്തുക്കളും ധാരാളം നമ്മുടെ അയൽവക്കക്കാരും ബന്ധുക്കളും ഒക്കെ വിദേശ രാജ്യങ്ങളിലാണ്. ആരും മാറി നിൽക്കുന്നില്ല. പക്ഷേ എല്ലായിടങ്ങളിലും ആയി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഏകാഗ്രതയും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വിശ്വാസ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ
നാടിൻ്റെ പുരോഗതി അത് ഏറ്റവും നല്ല നിലയിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടി മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇനിയും പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ഈ ദേവാലയം പരിശുദ്ധമായി എന്നുള്ള കാലവും നിലനിർത്തപ്പെടട്ടെ എന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട വികാരിച്ച് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ പരിപാടികളെല്ലാം ജൂബിലി ആന്തം ഏറ്റവും മനോഹരമായ രീതിയിൽ 100 ആളുകൾ കൂടിച്ചേർന്ന് അത് വളരെ അനുകരണീയമായ തലത്തിൽ ആകർഷണീയമായ തലത്തിൽ ആലപിച്ചു. അതോടൊപ്പം നല്ല നല്ല പരിപാടികൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതിൽ ധാരാളം പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട വികാരിയേഷനും ഇടവക സമൂഹത്തിനും എല്ലാവർക്കും ജൂബിലിയുടെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് വാക്കുവെച്ചിരിക്കുന്നു. നന്ദി. ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കോതമംഗലം അധ്യക്ഷൻ അഭിനന്ദനീയ മാർ ജോർജ് വടത്തിക്കണ്ടത്തിൽ പിതാവായി ഇന്നത്തെ സമയം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തൊടുപുഴയുടെ ബഹുമാനിയായ MLA ബഹുമാനപ്പെട്ട പി ജോസഫ് സാർ, ഇന്നത്തെ സമാപന സമ്മേളനത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ച ഇടുക്കിയുടെ ആരാധനായ അഡ്വക്കേറ്റ് ടി കുര്യക്കോസ് അവർ, ബഹുമാനപ്പെട്ട വികാരി ജോർജ് പുനരച്ച, വേദിയിൽ സദസ്യമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള ഏഴല്ലൂർ ഇടഭാഗങ്ങളെ, സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട വികാരിച്ചിന് തിരക്കായ കാരണം ഒഴിവാക്കാനാവാത്ത തിരക്ക് വന്നത് കാരണമാണ് അച്ഛന് വേണ്ടി ആശംസകൾ അറിയുവാനായിട്ട് ഞാൻ ഇവിടെയായിരിക്കുന്നത്. അത് അവരാ കണ്ട സ്വപ്നം അതുപോലെ തന്നെ സാക്ഷാത്കരിച്ച് അഭിമാനത്തോടു കൂടിയാണ് ഈ ഏഴല്ലൂർ ഇടവകയിലെ ഓരോ അംഗങ്ങളും എന്നാൽ ഈ സമാപന സമ്മേളനത്തിനായിട്ട് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഞായറാഴ്ചകളിൽ അതിരാവിലെ എഴുന്നേറ്റ് മുതിച്ചോറും കെട്ടി ഒന്നെങ്കിൽ മൈലക്കൊമ്പിലേക്കോ നാഗപ്പുഴയിലേക്കോ അതുമല്ലെങ്കിൽ മുതലക്കുളത്തേക്കോ വിശുദ്ധ വാങ്ങിയിട്ട് പകരുകാൻ കൊണ്ടുവരുന്ന കുറെ അധികം പൂർവികരെ നമുക്കുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ പ്രത്യേകിച്ച് മനംപരിയും മറ്റ് രോഗങ്ങളൊക്കെ വ്യാപകമായ കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഏക ബലവും ആശ്വാസവും തങ്ങൾക്ക് പൂർവികർ പകർന്നു തന്ന ക്രൈസ്തവ വിശ്വാസമാണെന്ന ഉത്തമ ബോധ്യമുള്ളവര് തങ്ങളുടെ ഏക ആശ്രയമായിട്ട് ആശ്വാസമായിട്ട് അവര് കണ്ടെത്തിയ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു അന്ന് ഈ പള്ളി. അതേപോലെ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം തങ്ങളുടെ മക്കൾക്ക് അവരുടെ കടന്നു വരുന്ന തലമുറകൾക്ക് എന്നും ഉണ്ടാകണമെന്ന് അവര് മുൻകൂട്ടി കണ്ടിരുന്നു. തീർച്ചയായും അവരന്ന് മുൻകൂട്ടി കണ്ട സ്വപ്നം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാക്ഷാത്കരിക്കാൻ സാധിച്ചുവെന്ന് ഈ പള്ളിയുടെ കഴിഞ്ഞ 100 വർഷത്തെ കാലത്തെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം, ഒരു പള്ളി ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള ആധ്യാത്മികമായ നവോത്ഥാനത്തിന് മാത്രമല്ല കാരണമാകുന്നത്, മറ്റെല്ലാ മേഖലകളിലും വികസനം ഉണ്ടാകും. തീർച്ചയായിട്ടും കഴിഞ്ഞ 100 വർഷങ്ങളിൽ നമ്മുടെ ആധ്യാത്മിക നവീകരണത്തിന് മാത്രമല്ല ഈ നാടിന്റെ നാനാവിധത്തിലുള്ള വികസനത്തിന് ഈ ദേവാലയം കാരണമായിട്ടുണ്ട്. അന്ന് പൂർവികർ കണ്ട ആ സ്വപ്നം ഇന്നും നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് പള്ളിയിൽ നോട്ടീസ് നോക്കിയാൽ മതി. ഈ വർഷത്തെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ നവീകരണങ്ങളിൽ ത്യാഗപൂർണമായിട്ട് സഹകരിച്ച ഒത്തിരിയേറെ ആളുകൾ, അത് ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കുന്ന വ്യക്തികളൊന്നുമില്ല, ഓരോരുത്തരും ഈ ഇടവകയിൽ ഓരോരുത്തരും തീർച്ചയായിട്ടും സഹകരിച്ചിട്ടുണ്ട്. ഈ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ മൈലക്കൊമ്പ് ഫൊറോന കുടുംബത്തിന്റെ പേരുള്ള എല്ലാവിധ ആശംസകളും ഏഴല്ലൂർ ഇടവകാംഗങ്ങളെയും ബഹുമാനപ്പെട്ട വികാരിച്ചിനും അറിയുകയാണ്. പ്രത്യേകിച്ച് മൈലക്കൊമ്പ് ഫൊറോനയെ സംബന്ധിച്ചിടത്തോളം ഫൊറോനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഏഴല്ലൂർ ഇടവകയിലെ ആളുകൾ. തീക്ഷ്ണതയോടുകൂടി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും സഹകരിക്കുകയും ഇവിടെ ഓരോ പരിപാടികളും സംഘടനകളുടെ പരിപാടികൾ നടക്കുമ്പോൾ വളരെ സജീവമായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടവകയുടെ ഇപ്പോഴുള്ള വിശ്വാസ തീക്ഷ്ണതയും ധൈര്യവും എല്ലാം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആശംസിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ലോകത്തിലെ അന്നുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് ജീവൻ അപ്പാതെ നൽകിയ ഒരു വിശുദ്ധനാണ് സെബസ്ത്യാനോസ് സഹോദരനാണ് നമ്മുടെ ഇടവക മധ്യസ്ഥൻ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവുമെല്ലാം നമ്മുടെ ഇടവക സമൂഹത്തെ കൂടുതൽ മുൻപോട്ട് നയിക്കട്ടെ. ഇപ്പോഴുള്ള വിശ്വാസം നമ്മൾ എവിടെയായാലും ലോകത്തിലെ ഏത് കോണിനായാലും മുറുകെ പിടിക്കുവാനായിട്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിഷയം പങ്കുവയ്ക്കാനായിട്ട് ഏഴ് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി
ഈ ശതാബ്ദി ആഘോഷത്തോടെ എല്ലാവിധ ആശംസകളും ഫൊറോന കുടുംബത്തിന്റെ പേരിൽ നേരിടുന്നു. നന്ദി. ഈ ശതാബ്ദിയാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത നിർവഹിച്ച അഭിമന്യ മാർ ജോർജ് മർത്തിക്കണ്ടത്ത് പിതാവെ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പി ദേവസ്വം സാർ എം.എൽ.എ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ടി സാർ എം.പി, പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനിതരായ വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, 100 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, ജൂബിലി നിറവിലായിരിക്കുന്നു. ജൂബിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു തിരിഞ്ഞു നോട്ടം, ഒരു ആത്മപരിശോധന, തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, വരാനിരിക്കുന്നതിന് ശുഭാപ്തിയോടെ കാത്തിരിക്കുക. ഈ ജൂബിലി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ജൂബിലി ആഘോഷത്തിന് പോയപ്പോൾ കേട്ട ഒരു ചരിത്രം, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. പരിശുദ്ധ പിതാവ് ബോണിഫസ് എട്ടാമൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അസാധാരണമായി ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മോൺസിഞ്ഞോർമാരെ വിളിച്ച് ചോദിച്ചു, എന്താണ് ആളുകൾ ഇങ്ങനെ വരുന്നത്? ഇത് 1300 വർഷമാണ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഓർമ്മയ്ക്കായി ജൂബിലിയായിട്ട് ആഘോഷിക്കുകയാണ്. ഉടനെ തന്നെ ആ വർഷം മാർപ്പാപ്പ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചു. എല്ലാ 50 വർഷവും കൂടുമ്പോൾ ഇനി ജൂബിലി വർഷമായിരിക്കും. 1470 പോൾ രണ്ടാമൻ മാർപ്പാപ്പ 25 വർഷമായി അത് കുറച്ചു. ഈ ജൂബിലി വർഷമെല്ലാം കത്തോലിക്ക സഭയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ദണ്ഡനമോചനം ലഭിക്കുന്നതായിരിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ജൂബിലിയുടെ തുടക്കം. അതെ, ഇന്ന് നമ്മൾ ഏഴല്ലൂർ ഇടവക ജൂബിലി നിറവിലായിരിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന സ്ഥലം, അതാണ് ദേവാലയം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം നമ്മുടെ പൂർവികരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെയും ദൈവാസനത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഒരു ഇടവകയാണ് ഈ ഏഴല്ലൂർ ഇടവക. ദൈവവിളിയാൽ സമ്പന്നമായ ഒരു ഇടവകയാണ് ഏഴല്ലൂർ. കല, സാംസ്കാരിക വ്യക്തിത്വങ്ങളെ ഈ നാടിൽ നിന്നും സംഭാവന ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. നമുക്കറിയാം, ഈ 1 വർഷമായിട്ട് നമ്മുടെ വികാരിയച്ഛനും ഇവിടുത്തെ ഇടവക ജനങ്ങളും ഇവിടുത്തെ സിസ്റ്റേഴ്സും ഈ ജൂബിലിക്ക് വേണ്ടിയിട്ട് അക്ഷീണം ഏറ്റവും നന്നായി നടത്തുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1960 സ്ഥാപിതമായ ക്ലാരമഠം ഈ ഇടവകയിലുണ്ട്. ആ സിസ്റ്റേഴ്സിന്റെ സേവനം ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ നല്ല സേവനത്തെ ഇവിടുത്തെ ഇടവകാംഗങ്ങളും വികാരിയച്ഛന്മാരും എന്നും നന്ദിയോടെ ഓർക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി. കാരണം ഇന്നത്തെ സപ്ലിമെന്റിൽ ആ ക്ലാരമഠത്തെ പറ്റിയോ അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ ഒന്നും അതിൽ പരാമർശിച്ചതായി കണ്ടില്ല. ഈ അവസരത്തിൽ ജൂബിലിയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് വികാരിയച്ഛനും കമ്മിറ്റിക്കാർക്കും കൈക്കാരന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ജൂബിലി ഗാനം ആലപിച്ച ഇവിടെയുള്ള അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ ജൂബിലി സമ്മേളനത്തിന് വിശ്വഭാരതം അലങ്കരിക്കുന്ന അഭിബന്ധ പിതാവെ, വളരെ തിരക്കുകളുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഇടവകയിൽ ജൂബിലി സമ്മേളനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മോടൊപ്പം ആയിരുന്ന നമ്മളുടെ സ്നേഹം ഇതുകൊണ്ട് മാത്രമാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട എം.എൽ.എ ജോസഫ് സാർ, അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രഭാഷണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട എം.പി. ഡിഗ്രികളെ, ആശംസാ പ്രസംഗം നടത്തുന്ന നമ്മുടെ വികാരി മാത്യൂസ് മാലിക്കലച്ച,
സിസ്റ്റർമാരെ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ഛന്മാരെ, കുട്ടികളെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ഏഴലൂർ ഇടവക 100 വർഷത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിന്റെ ഈ വേളയിൽ 100 വർഷങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവിടെ വേർപ്പുകൊണ്ട് അധ്വാനിച്ച് നമ്മൾ കാണുന്ന ഈ മനോഹരമായ ദേവാലയം വളർത്തുയർത്താനായിട്ട് അവർ ശ്രമിച്ചു. തങ്ങളുടെ ജോലികൾ കഴിഞ്ഞ് എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കാനും പകർച്ചവ്യാധികളെ നീക്കാനും ദേവാലയങ്ങൾ തേടാനും കണ്ടെത്തിയ ഒരിടമായിരുന്നു ഈ ദേവാലയം. ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്ത്യാനോസ് പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഞാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തലമുറയ്ക്ക് വേണ്ടി, അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി പടുത്തുയർത്തിയതാണ് ഈ മനോഹര ദേവാലയം. ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയും നിർമ്മിച്ചതാണ് നമ്മുടെ ദേവാലയം. ഇത്ര നല്ല ദേവാലയം നമുക്ക് വേണ്ടി പണിതീർത്തതിന് നമ്മുടെ പൂർവികരെയും നന്ദിയോടെ ഓർക്കാം. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒന്ന് മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ചതും യോഗ്യയാക്കിയതും. വളരെയേറെ ദൈവാനുഗ്രഹവും സന്തോഷവും നൽകാൻ ധന്യമുഹൂർത്തത്തിന് ഗൂഗിൾ സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചതിന് എന്നെ നന്ദി അറിയിക്കുന്നു. ഈ ജൂലി ആഘോഷം ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞ 1 വർഷക്കാലമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത വികാരിയച്ഛനെയും സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, ഭക്തസംഘടന, ഭാരവാഹികൾ, കുട്ടികൾ എല്ലാവർക്കും എന്നെ നന്ദിയും അറിയിക്കുന്നു. ജൂലി ആഘോഷത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംസാരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നീതു ഫ്രാൻസിസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഇന്നത്തെ ഈ പരിപാടി വീട്ടിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഗോതമംഗലം രൂപതാമെത്താൻ മാർ ജോർജ് മർത്തികണ്ഠത്തെ നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോർജ് അച്ഛൻ, ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട MLA പിന്നെ ജോസഫ് സാർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ്, വേദിയിലിരിക്കുന്ന റവറൻഡ് ഫാദർ മാത്യൂസ് മാളിയേക്കൽ, റവറൻഡ് സിസ്റ്റർ മെർലിൻ FCC, നമ്മുടെ ഗുരുമാരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി സാജു, മെമ്പർമാരായ ശ്രീ സാജു ചിമിനിക്കാട്, ശ്രീമതി ജിജു കാർക്കുന്നേ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയും ഒത്തുചേർക്കുക പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മകളിലൂടെ, അതുപോലെ തന്നെ പ്രാദേശികമായ കാര്യങ്ങളിലും പ്രിയവികാരിയച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഈ അവസരത്തിൽ ഈ ശതാബ്ദിയുടെ നിറവിൽ ഇതിന് എല്ലാവിധ ആശംസകളും വളരെ ചെറിയ വാക്കുകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തൊടുപുഴയിലെ പ്രിയപ്പെട്ട MLA വിജയ ജോസഫ് സാർ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസാരിച്ച ഇടുക്കിയുടെ പ്രിയപ്പെട്ട MP ഡീൻ കുര്യാക്കോസ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. 100 വർഷം ഒരു ദേവാലയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതിലൊത്തിരിയേറെ ആളുകൾ സഹിച്ച ത്യാഗമുണ്ട്, അവരുടെ കഠിനാധ്വാനമുണ്ട്, അവരുടെ വിശ്വാസ തീക്ഷ്ണതയും. പ്രിയപ്പെട്ടവരായ നാമൊക്കെ നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഈ ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏവർക്കും അറിയാം, ഏഴല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ ഒരു പുണ്യം
ഒരു സാംസ്കാരിക കേന്ദ്രം ആധ്യാത്മിക തേജസ്സോടെ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കത്തക്ക ഒന്നാണ്. എല്ലാ ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെതാണ്. സന്തോഷത്തോടെ നാം ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വന്ന് പെട്ടിട്ടുള്ള ധാർമ്മിക ച്യുതിയും വിശ്വാസക്കുറവും പരിഹരിക്കുന്നതിനുള്ള ഒരവസരം കൂടിയാക്കി നാം ഈ ആഘോഷങ്ങളെ എടുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നാം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വായിച്ചതുപോലെ എനിക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷയാണ് നിന്നെ കൊന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നത്തെ സമൂഹം വളരെയേറെ സാംസ്കാരികമായും മൂല്യപരമായും ഒക്കെ തകർന്നു പോയിരിക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് ശതാബ്ദി ആഘോഷം നടത്തുന്ന ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വരും തലമുറകൾക്ക് നമുക്ക് പകർന്നു തന്ന വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ, നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ, സാംസ്കാരികമായും സാമൂഹികപരമായും നല്ല രീതിയിൽ നേതൃത്വ വാസനയുള്ളവരെ വാർത്തെടുക്കുവാനുള്ള ഒരു വേദി കൂടിയാക്കി ഈ ഇടവക ദേവാലയത്തെ മാറ്റണം. ഇവിടെ ഇതിൽ ഒത്തിരിയേറെ ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ ആശംസകൾ നേരുകയാണ്. ഇതിനു മുമ്പ് ഈ ശതാബ്ദി ആഘോഷം തുടങ്ങി വെച്ച ജോർജ് മാറാപ്പള്ളിയച്ഛനുണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ വികാരിയച്ഛനുണ്ട്, കൈകാരന്മാരുണ്ട്. ഒത്തിരിയേറെ കഷ്ടപ്പാട് സഹിച്ച് കുട്ടികളെ ഒരുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതാധ്യാപകരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ആദ്യമായി തന്നെ ശതാബ്ദിയുടെ ആശംസകൾ നേരുന്നതോടൊപ്പം ഇനിയുള്ള കാലങ്ങളിലും ഈ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ വാർഡ് മെമ്പർ സാജു ചുമനിക്കാട്ട് വാക്ക് പാലിക്കുന്ന ഒരു വാർഡ് മെമ്പർ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നമ്മുടെ ഇടവക ദേവാലയത്തിന് 100 വയസ്സ് തികയുന്ന ഈ സുന്ദര നിമിഷത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനും എനിക്കൊരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും സംഘാടക സമിതിയോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഈ ദേവാലയം ഉത്തരവാദിത്തം അഭിവൃദ്ധി പ്രാപിച്ച് ഈ നാടിൻ്റെ ആത്മീയ ഉണർവിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2024 ജനുവരി അഭിനന്ദ മട്ടിക്കണ്ടത്തി പിതാവ് ജൂബിലി തെരഞ്ഞെടുത്ത നമ്മുടെ ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഒരു വർഷം നീണ്ടിരുന്ന ശതാബ്ദി ആഘോഷങ്ങൾ അതിന്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ